ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു അടയാണ്, വിഷു സ്പെഷ്യൽ അടയാണ്. അപ്പോൾ ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം 2.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ശർക്കര കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യിലുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യ് തന്നെ എടുക്കാൻ നോക്കുക അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അട കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഈ ഒരു നെയ്യിൽ തന്നെ ഒരു മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. അതും ജസ്റ്റ് ഒന്ന് ആ നെയ്യ് എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിലൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മുറി തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരപ്പാനി ഞാൻ ഒന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കല്ലും മണ്ണൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ശർക്കരയൊക്കെ ഒന്ന് തേങ്ങയിൽ പിടിക്കുകയും വേണം, ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടുകയും വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതൊന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഏകദേശം പാകമായാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക്, ഈ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ അരിപ്പൊടി എടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതായാലോ കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിത് ഉണ്ടാക്കുന്നത് വെള്ളത്തിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്, പാലിലാണ്. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ പാലൊഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. തിളച്ച പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചില അരിപ്പൊടിക്ക് നല്ല തിളച്ച വെള്ളമോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പാലിലാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ നല്ല തിളച്ച പാലോ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പച്ചവെള്ളമോ, അല്ലെങ്കിൽ പാലാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ തിളപ്പിച്ച് ആറിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ തിളച്ച പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മുടെ നാടൻ വാഴയിലയിലാണ് പരത്തിയെടുക്കുന്നത്. നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോ ഉരുള വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല ഒരു തേങ്ങയുടെ ഫില്ലിങ്, അതൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കയ്യിലൊട്ടുകയാണെങ്കിൽ കുറച്ച് എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ആക്കിയിട്ട് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ തേങ്ങയുടെ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആ മാവിൻ്റെ 2 അറ്റം ഒന്ന് മുട്ടുന്ന വിധത്തിലൊന്ന് മടക്കിയെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അട വെന്ത് കഴിയുമ്പോൾ ശർക്കര ഒലിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുക്ക് ചെയ്യാൻ പോണത് നമ്മുടെ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട്, അതിൽ ഓട്ടത്തട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് അതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊന്ന് വെച്ചിട്ടൊന്ന് ആവി കയറിയതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. അപ്പം ഞാനിതിലേക്കൊരു 4 എണ്ണം അട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ല, ആവി ഇപ്പോഴേ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അട വെച്ചത് കുക്കായിട്ടുണ്ട്.
നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്, ആ വാഴയിലേൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് എടുത്ത് മാറ്റുകയാണ് ഒരു പാത്രത്തിലേക്ക്. ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വിഷു സ്പെഷ്യൽ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട്. എല്ലാവരും ഈ വിഷുവിന് ഇതൊന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്